ഹലോ ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ഹബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. IT ഇൻ കേരള എന്നൊരു ഹെഡ് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും ഞാൻ എടുത്ത് തരുന്ന ടോപ്പിക്കും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഇ-പോർട്ട് ഇൻ ഇന്ത്യ കൊച്ചിയാണ് ഫസ്റ്റ് ഇ-പോർട്ടായിട്ട് അറിയപ്പെടുന്നത്. ഫസ്റ്റ് സൈബർ കേസ് റിപ്പോർട്ടഡ് ഇൻ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലാണ് ഫസ്റ്റ് സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുംബൈയിലാണ്. ഫസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻ കേരള തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് ഫസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായിരിക്കുന്നത്. എന്നാൽ ഫസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബാംഗ്ലൂരാണ് സ്ഥാപിതമായിരിക്കുന്നത്. ഫസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് പഞ്ചായത്ത് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് പഞ്ചായത്ത് ഇൻ കേരള എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വെള്ളനാടാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ആയിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കളക്ട്രേറ്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പാലക്കാട് കളക്ട്രേറ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യമായിട്ട് മൊത്തത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിക്കുമെങ്കിൽ അത് വെള്ളനാടാണ്. പക്ഷേ ഫസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കളക്ട്രേറ്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പാലക്കാട് കളക്ട്രേറ്റ് ആണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മൊത്തത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയ കളക്ട്രേറ്റ്. അതേപോലെ ആദ്യത്തെ കാര്യങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ കുറേ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാനുണ്ട്. ഫസ്റ്റ് സൈബർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഫസ്റ്റ് സൈബർ കഫേ ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മുംബൈ ആണ്. പക്ഷേ ഫസ്റ്റ് വയർലെസ് സൈബർ കഫേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ബാംഗ്ലൂർ വരും. ഇനി സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്ത കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സൈബർ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഫ്രാൻസ് ആണ്. അതേപോലെ ഇന്ത്യയിൽ ഫസ്റ്റ് സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. കേരളത്തിൽ ഫസ്റ്റ് സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിലാണ്. ഫസ്റ്റ് സൈബർ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ഇന്ത്യയിൽ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ചെന്നൈയിലാണ്. കേരളത്തിൽ ഫസ്റ്റ് സൈബർ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിലാണ്. സൈബർ കേസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഫസ്റ്റ് സൈബർ ക്രിമിനൽ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആസിഫ് അസീമാണ്. ഫസ്റ്റ് സൈബർ ക്രിമിനൽ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആസിഫ് അസീമാണ്. ഫസ്റ്റ് സൈബർ ടെററിസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആസാമിലാണ്. സൈബർ ടെററിസം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആസാമിലാണ്. ഫസ്റ്റ് സൈബർ ക്രിമിനൽ എന്നറിയപ്പെടുന്നത് ആസിഫ് അസീമാണ്. അടുത്തതായിട്ട് ഫസ്റ്റ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് താലൂക്ക് ഓഫീസ് ഇൻ കേരള എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഒറ്റപ്പാലമാണ്. ഫസ്റ്റ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് കളക്ട്രേറ്റ് പാലക്കാടാണ്. ഫസ്റ്റ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് താലൂക്ക് ഓഫീസ് ചോദിച്ചാൽ അത് ഒറ്റപ്പാലമാണ്. ഫസ്റ്റ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ലിറ്ററേറ്റ് പഞ്ചായത്ത് ഇൻ കേരള എന്ന് ചോദിക്കുകയാണെങ്കിൽ ചമ്രവട്ടം പഞ്ചായത്താണ്. ഫസ്റ്റ് ഫുള്ളി കമ്പ്യൂട്ടർ ലിറ്ററസി ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇരിഞ്ഞാലിക്കുടയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതേ ഫസ്റ്റ് കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോടാണ്. അടുത്തതായിട്ട് ഫസ്റ്റ് ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയാണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് എന്നറിയപ്പെടുന്നതും മലപ്പുറം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് നിലയിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നാൽ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടറിലുള്ള IT പാർക്ക് നിലയിൽ വന്നത് ദമുത്തൂറ്റ് ടെക്നോപോളിസ് ആണ്. ഫസ്റ്റ് ഡിജിറ്റൽ പഞ്ചായത്ത് ഇൻ കേരള പാമ്പംകുട. പള്ളച്ചിൽ പഞ്ചായത്ത് അറിയപ്പെടുന്നത് ഫസ്റ്റ് ലിറ്ററേറ്റ് പഞ്ചായത്ത് ഇൻ കേരള എന്നാണ്. അതേപോലെ ഇന്ത്യയിൽ റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് വന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇന്ത്യാസ് ഫസ്റ്റ് പേപ്പർലെസ് ഗവൺമെൻറ് ഓഫീസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ IT മിഷനാണ്. IT മിഷൻ അറിയപ്പെടുന്നത് ഇന്ത്യാസ് ഫസ്റ്റ് പേപ്പർലെസ് ഗവൺമെൻറ് ഓഫീസ് എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ PSC ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ് കേരളത്തിലെ ആദ്യത്തെ PSC ഓഫീസ് നിലയിൽ വന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് 3G സർവീസ് സ്റ്റാർട്ട് ചെയ്ത ജില്ല എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ആദ്യമായിട്ട് 3G സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
ഫസ്റ്റ് ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്താണ് ഫസ്റ്റ് ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. IT@, സ്കൂൾ എന്ന പ്രോഗ്രാം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2001 ഫസ്റ്റ് സൈബർ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ദ ഡേറ്റാബേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് സ്പാർക്കാണ്. സ്പാർക്കിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഓഫ് കേരള എന്നാണ് സ്പാർക്കിൻ്റെ എക്സ്പാൻഷൻ. ടെക്കീസിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ റൈഡ് ഷെയറിംഗ് ആപ്പ് അറിയപ്പെടുന്നത് G-Ride എന്നാണ്. കേരളത്തിൽ സ്ത്രീകൾക്കായിട്ട് ഒരു സ്കീം കേരള ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട കുടുംബശ്രീ യൂണിറ്റുകൾ അറിയപ്പെടുന്നത് ശ്രേഷ്ഠ എന്നാണ്. ദ ലാർജസ്റ്റ് ക്യാമ്പസ് നെറ്റ്വർക്ക് ഓഫ് കേരളയാണ് സെക്വാൻ ആണ് ലാർജസ്റ്റ് ക്യാമ്പസ് നെറ്റ്വർക്ക് ഓഫ് കേരള. കേരളത്തിലെ 14 ജില്ലകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് അറിയപ്പെടുന്നത് KS-WAN എന്നാണ്. ദ ഒഫീഷ്യൽ വേക്കൻസി റിപ്പോർട്ടിംഗ് സിസ്റ്റം ഓഫ് കേരള PSCയിൽ ഒഫീഷ്യൽ വേക്കൻസി റിപ്പോർട്ടിംഗ് സിസ്റ്റം അറിയപ്പെടുന്നത് വരം എന്നാണ്. വരം എന്നുള്ളതിൻ്റെ എക്സ്പാൻഷനാണ് വേക്കൻസി അറൈസിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം. KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ അറിയപ്പെടുന്നത് ഒരുമ എന്നാണ് KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. IT@, സ്കൂൾ എന്ന പ്രോജക്റ്റ് കേരളത്തിൽ 2001 സ്റ്റാർട്ട് ചെയ്തു. 2017 ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ഈ IT@, സ്കൂൾ എന്ന പ്രോജക്റ്റിൻ്റെ പേര് അവർ കൺവേർട്ട് ചെയ്ത് കൈറ്റ് എന്ന് മാറ്റിയിട്ടുണ്ട്. ഈ കൈറ്റിൽ കൂടി കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് മെയിനായിട്ടും 5 ഏരിയാസിലാണ്. ആനിമേഷൻ, സൈബർ സേഫ്റ്റി, മലയാളം കമ്പ്യൂട്ടിംഗ്, ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇങ്ങനെ 5 മേഖലകളിലായിട്ടാണ് ഈ കുട്ടികൾക്ക് കൈറ്റിൽ കൂടി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും ഈ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതിന് ലിറ്റിൽ കൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.